മോർണിംഗ്. ഹായ് എവരിവൺ. എല്ലാവർക്കും ഷാഹിദിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 30 സെപ്റ്റംബർ 2024. അപ്പോൾ ഞാൻ തമ്പനയിലിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള കാര്യങ്ങളിലേക്ക് തന്നെ നടക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ സെല് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഒരു ഓഫർ സെയിലിനെ കുറിച്ചാണ്. ആസ് ആൻ അഫിലിയേറ്റ് മാർക്കറ്റർ അതിന്റെ ഓഫർ സെയിലിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിന്റെ സെല്ലിംഗ് പൊട്ടൻഷ്യലിനെ പറ്റിയാണ് അടുത്തത് പറയാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ള കാര്യം കൂടി പറയാം. നാലാമതായിട്ട് ഇത് എങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകും എന്നുള്ള കാര്യം കൂടി പറയാം. പിന്നെ ഞാൻ തമ്പനയിലിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ തമ്പനയിലിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വസ്തുതക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ കയ്യിൽ പ്രൂഫ് കാര്യങ്ങളുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതും പറയുന്നതും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രീവിയൻസ്, അതായത് കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ബിസിനസ്സിൽ ഞാൻ ഗ്രീവിയസ് നമ്പറായിട്ട് കൊടുത്തിരിക്കുന്നത് ആലങ്ങാട് പോലീസ് സ്റ്റേഷനിലെ നമ്പറാണ്. നിങ്ങൾക്ക് ദയചെയ്ത് സമയത്ത് അങ്ങോട്ട് വിളിക്കുക. ഞാൻ പറയുന്ന കേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, വാക്കുകളിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോ ഇത്രയാണ് കാര്യങ്ങൾ ഞാൻ ബേസിക്കലി പറഞ്ഞു തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ കമ്പനിയിൽ ഒരു ഓഫർ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം എഴുതി വെക്കുമ്പോൾ അതിന് എനിക്ക് വ്യക്തമായ ധാരണയും ഞാൻ സെല്ല് ചെയ്യുന്നത് എന്താണെന്നോ അതേപോലെ ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള വ്യക്തമായ ധാരണ എനിക്കും അതേപോലെ അത് കേൾക്കുന്നവർക്ക്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവരുടെ വിലപ്പെട്ട സമയം മാറ്റിവെക്കുന്ന ആ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ വരെ മാറ്റിവെക്കുമ്പോൾ അവർക്കത് വാല്യുബിൾ ആവണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടും വ്യക്തമായിട്ടും വീഡിയോയുടെ എൻഡ് വരെ കേൾക്കാനായിട്ട് നിങ്ങളൊന്ന് സമയം കണ്ടെത്തുക. ഒരുപക്ഷെ ഇതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് ഞാൻ പറയില്ല. ആർക്കെങ്കിലും നിങ്ങൾക്കത് ചേഞ്ചിങ് ആയില്ലെങ്കിൽ പോലും കൂടെ നിങ്ങളെ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യക്കാര്, ഞാൻ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആവശ്യക്കാര് നിങ്ങളുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ പരിചയത്തിലുള്ളവരിലോ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഉപകാരത്തിൽ വരും. അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ തമ്പനയിലിൽ കണ്ടിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്ന എൻ്റെ ഈ ഒരു വ്ലോഗ് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് അത് ഉപകാരത്തിൽ വരുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഷാഹിദിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് എൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ എനിക്ക് സെല് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന പ്രോഡക്ട്സിൽ അതില് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. ഹയസ്റ്റ് എനിക്ക് റിവാർഡ് വരുന്ന പ്രോഡക്റ്റ് ആണ് ക്രെഡിറ്റ് കാർഡ് സെല് ചെയ്യാന്നുള്ളത്. അത് 4000 രൂപ വരെ ഒരു കാർഡിന് സെല് ചെയ്താൽ എനിക്ക് ഏർണിംഗ് കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. ഒട്ടുമിക്ക ഓൺലൈൻ കാർഡ് സെല് ചെയ്യുന്ന അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിനൊക്കെ അറിയാവുന്ന പ്ലാറ്റ്ഫോമാണ് സെഡ് പാർട്ട്ണർ പ്ലാറ്റ്ഫോം. അതിലവര് കുറച്ചധികം ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് പറയാം, അനിമേറ്റ് ചെയ്യുന്നില്ല, ഞാൻ പറയുകയാണ്. ഒന്നാമത് അവര് ക്രെഡിറ്റ് കാർഡ് സെല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡിൽ തന്നെ സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് അവർ സെല് ചെയ്യുന്നുണ്ട്. പിന്നെ സേവിങ്സ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, 2 വീലർ ലോണ്, അങ്ങനെ ഒട്ടനവധി പ്രോഡക്ട്സ് അവർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് രീതിയിൽ അവർ സെല് ചെയ്യുന്നുണ്ട്. ആ സെല്ല് ചെയ്യുന്നതിൽ അവരുടെ കൂടെ അഫിലിയേറ്റ് മാർക്കറ്ററായിട്ട് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ. അപ്പോ എൻ്റെ ഒരു സ്റ്റഡീസും എന്തൂസിയാസും കൊണ്ടിട്ട് ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് ആണ് ഈ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ്സ്. വേറൊന്നും കൊണ്ടിട്ടല്ല, ഇത് ആർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 5000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും അവൈലബിൾ ആയിട്ടുള്ള ലഭിക്കുന്ന ഒരു വീഡിയോ KYC ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൊറീഷ്യസിന്റെ ഒരു വിസ പ്രീമിയം ആയിട്ടുള്ള ഒരു ഗിൽഡ് ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കും. അതിൽ 4500 രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന്റെ 90%. 50% 5000 രൂപയുടെ ലിമിറ്റിൽ 2500 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് ATM ൽ നിന്ന് വിത്ഡ്രോ ചെയ്യാം. അതും ഈ കാർഡിന്റെ ഒരു ഓപ്ഷനാണ്. എന്നാൽ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നവും.
വേറൊന്നും കൊണ്ടിട്ടല്ല, ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ ATM യൂസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഇൻട്രസ്റ്റ് ഹൈ റേറ്റ് ആണ്. അപ്പോ ഈ ഒരു അവയർനെസ് ഞാൻ ഇനീഷ്യലി തരുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഇതൊരു സിവിൽ ബിൽഡിംഗ് ക്രെഡിറ്റ് കാർഡ് കൂടിയാണ്. അതേപോലെ തന്നെ ഞാനിത് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നതും എന്റെ ഈ വീഡിയോ എൻഡിങ് എത്തുന്നതിന് മുമ്പ് അവസാന ഭാഗങ്ങളിൽ ഒരു ഹാഫ് ടൈം കഴിയുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റുഡൻസിനോടും കൂടിയിട്ടാണ്. അപ്പോൾ അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേപോലെ ഒരു പാർട്ട് ടൈം ഏർണിംഗ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു മെത്തേഡും കൂടി ഞാൻ എന്റെ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിന്റെ വരായികകളും അത് സ്പെൻഡ് ചെയ്താൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം, ഒപ്പം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം, ഏൺ ചെയ്യുകയും ചെയ്യാം. അതും അവരുടെ പഠനത്തിനൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ. എന്തോരം ബുദ്ധിമുട്ടിയാണ് ഒരു സ്റ്റുഡന്റ് ദൂരെ നിന്ന് വന്നൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതും പാർട്ട് ടൈം വർക്ക് ചെയ്ത് പഠിക്കുന്നതും എല്ലാം. അപ്പൊ അവർക്ക് അവരുടേതായ സൈഡ് ഹസിൽ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ ജെറ്റ് പാർട്ട്ണർ പ്ലാറ്റ്ഫോം എന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ അനുഭവം എന്റെ ഞാനിപ്പോ ഇതിലൂടെ ഞാൻ എന്റെ ബ്ലോഗിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഷെയർ ചെയ്യാണ് എല്ലാ ഡീറ്റെയിൽസും. ഒന്നും തന്നെ മറച്ചു വയ്ക്കുന്നില്ല, ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ട് ഞാൻ പറയാം. ഇന്നത്തെ ദിവസത്തെ എന്റെ ഓഫർ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഓഫർ അടക്കം ഞാൻ എന്തുകൊണ്ട് ഈ 800 രൂപ തരാം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ട് ഈ ജോബ് റെക്കമെൻഡ് ചെയ്യുന്നു എന്നും എല്ലാം ഞാൻ വ്യക്തവും കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഈ നിലവിലത്തെ ഡേറ്റിൽ 30 ഒക്ടോബർ സെപ്റ്റംബർ 2024 കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 1350 രൂപയാണ് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ 1350 രൂപ എനിക്ക് ലഭിക്കുന്നത് എന്റെ അക്കൗണ്ടിലേക്ക് വരാനായിട്ട് 7 ദിവസമാണ് എടുക്കുക. എല്ലാ ചൊവ്വാഴ്ചയാണ് ഈ പാർട്ട്ണർ പ്ലാറ്റ്ഫോമിന്റെ ഒരു എൻഡിങ് വരുന്നത്. അപ്പോൾ ഈ 7 ദിവസം കഴിയുമ്പോൾ മസ്റ്റായിട്ട് എനിക്ക് ലഭിക്കുന്ന 1350 രൂപയിൽ അതിൽ ടാക്സ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ 1350 രൂപയിൽ 800 രൂപയാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. ഒരു സെയില് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സീരിയസ്നെസ് രീതിയിൽ എനിക്ക് നടന്നു കഴിഞ്ഞാൽ ആസ് എ സെയിൽസ്മാൻ എനിക്കൊരു 500 രൂപ അല്ലെങ്കിൽ 450 രൂപ അതിന്റെ TDS അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ അക്കൗണ്ടിൽ ലഭിക്കും. അതിനു വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്റെ ഓൺലൈനിൽ ഞാൻ എന്റെ ബ്ലോഗ് ചെയ്യുന്ന ചാനലിൽ ഞാനൊരു വീഡിയോ ഇടുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ അതൊരു എന്താ പറയാ എന്റേതായ ഒരു ക്ലോസ് സർക്യൂട്ടിൽ ഞാനൊന്ന് ഷെയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലഭിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു അഫിലിയേറ്റ് മാർക്കറ്റ് എന്നുള്ള നോർമൽ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഞാൻ ഇതൊരു ട്യൂട്ടോറിയൽ പോലെ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഇതെന്നേക്കാൾ കൂടുതൽ ഉപകരിക്കുന്ന സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ സൊമാറ്റോ ഡെലിവറി പാർട്ട്നേഴ്സ് ആയിട്ടുള്ള, പോർട്ടർ ഡെലിവറി പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഷോപ്പുകളിൽ, മാർജിൻ ഫ്രീ ഷോപ്പുകളിൽ സ്റ്റഡീസിനൊപ്പം പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന അങ്ങനെയുള്ളവർക്കും അവരുടെ ഫാമിലിയിൽ തന്നെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടിട്ട് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇതിൽ നിന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നത് 500 രൂപ, 200 രൂപ മുതൽ 500 രൂപ ഒരു സേവിങ്സ് അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നതിന് കിട്ടുന്നുണ്ട്. അതും ഒരു സീറോ ബാലൻസ് സേവിങ് അക്കൗണ്ട് ആണ് എടുത്തു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് കിട്ടുന്നത്. അതും ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ അവർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അവരുമായിട്ടാണ്, ഇൻഡസ്ഇൻഡ് ബാങ്കുമായിട്ടാണ്. വേറെ ബാങ്കുകൾ ഉണ്ട്, അത് ഞാൻ ഫുള്ളി ഞാൻ നിങ്ങളോട് പറഞ്ഞ് അതിന്റെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. ഞാൻ ബേസിക് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഞാനിപ്പോ പറഞ്ഞു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന്റെ ഒരു സാധ്യതയിൽ ഞാൻ ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഞാൻ തൊട്ടടുത്തതായിട്ട് പറഞ്ഞത് ഇതിന്റെ ഒരു ഏണിംഗ് പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ്. അപ്പോ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായിട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങൾ ചെക്ക് ചെയ്യണോ എന്ന് എനിക്ക് അത്യാവശ്യം, അല്ലെങ്കിൽ അതെനിക്ക് വളരെയധികം നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പറ്റിക്കപ്പെടരുത് ആരും. ഓൺലൈൻ ജോബ്, ഓഫ്ലൈൻ ജോബ്, നമ്മൾ ആഡ് കണ്ട് റവന്യൂ കിട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് ചെയ്ത് ജോലി കിട്ടുന്നു, ഡാറ്റ എൻട്രി ചെയ്ത് ജോലി കിട്ടുന്നുണ്ട്. ഡാറ്റ എൻട്രി ചെയ്ത് ജോലി കിട്ടുന്നുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട് 56,000 രൂപ. പക്ഷെ ഇന്ന് ആ ഫേം ഇല്ല. അപ്പോ ആ ഫേം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അവിടെ തന്നെ വർക്ക് ചെയ്യുള്ളായിരുന്നു. കാരണം ടൈം ഡിലേ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഫണ്ട് കിട്ടാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമായിരുന്നു. എന്റെ നിയർ ബൈ സ്ഥലത്ത് പോയി എനിക്ക് നേരിട്ട് അവരുമായിട്ട് ഡീൽ ചെയ്യായിരുന്നു. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അവൈലബിൾ അല്ല. പക്ഷെ ഇന്ന് ഇതേപോലത്തെ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതിലൊന്ന് മാത്രമാണ് ജെറ്റ് പ്ലാറ്റ്ഫോം. അതേപോലെ തന്നെ വേറെ പ്ലാറ്റ്ഫോമുകളുണ്ട്, ഗ്രോമോ, അങ്ങനെ കുറച്ചധികം പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നതിനെ പറ്റി മാത്രം ഞാൻ പറയാം. അപ്പോ ഇപ്പൊ നിലവിലത്തെ ഡേറ്റില് 1350 രൂപയാണ് ഈ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡിന് കമ്പനി ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ ഓഫർ ഇട്ട രീതിയും ഞാൻ നിങ്ങളോട് പറഞ്ഞു.
അപ്പൊ ഈ സെറ്റ് പാർട്ട്ണറിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, ഇതൊരു റെഫറൽ പ്ലാറ്റ്ഫോം കൂടിയിട്ടാണ്. ഈ റെഫറൽ പ്ലാറ്റ്ഫോം കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ഓരോ സെയിലിനും കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വളരെയധികം വലുത്, അതിൽ നിന്നൊരു ചെറിയ മാർജിൻ മാത്രമാണ് അവർ ഈ അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിന് കൊടുക്കുന്നുള്ളൂ. ഒരു അഫിലിയേറ്റ് മാർക്കറ്റർക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആനുവൽ ഇൻകം വരുന്നത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 lakhs കിട്ടും. 4 to 5 lakhs അഫിലിയേറ്റ് മാർക്കറ്ററിന് കിട്ടും. വേണ്ട ഒരു മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോഗർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാ ഫെയിം ആയിരിക്കണം, അങ്ങനെയൊന്നുമല്ല. ഒരു ബ്ലോഗർ ആകാം, ബേസിക്കലി ഒരു ബ്ലോഗർ ആകാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാ പേജ് ബിൽഡ് ചെയ്യുന്നവരാവാം, അത്യാവശ്യം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരാവാം. എന്നെ പോലെ ഇപ്പൊ നമ്മുടെ വീട്ടിലിരുന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് എന്റേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ബിൽഡ് ചെയ്യാനായിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ സ്റ്റുഡന്റിനെ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതോടൊപ്പം ഫൈനാൻഷ്യൽ സ്റ്റഡീസും കൂടെ നടക്കും ഈ ഒരു കാര്യത്തിൽ. ഇപ്പോ എന്റെ മെന്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂര്, അദ്ദേഹമൊക്കെ പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റഡീസിന്റെ അവയർനെസ് നമുക്ക് പഠിക്കുന്ന സമയത്തേ ഇല്ലാത്തതാണ് ഒട്ടുമിക്ക ജോലികൾക്കും, അല്ലെങ്കിൽ ജോലിക്ക് കയറിയതിനു ശേഷവും ഒട്ടനവധി പിള്ളേർക്ക് അവർക്കൊരു ഫൈനാൻഷ്യലി സെറ്റിങ്സിലോട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ സെറ്റപ്പിലോട്ട് വരാനും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റി പഠിക്കാനും ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പഠിക്കാനൊക്കെ ഉള്ള ഒരു കാറ്റഗറി മിസ്സായി പോകുന്നത്. കാരണം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഏണിങ്സ് സൈഡായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. പഠിക്കുന്ന സമയം മുതലേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഏണിങ്സ് ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമുകൾ നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഏറ്റവും നല്ല കാര്യമല്ലേ. അപ്പോ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ 2024 പ്ലാറ്റ്ഫോമുകൾ ആക്റ്റീവ് ആണ്. ഇപ്പൊ 5G വന്നിട്ടുണ്ട്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സിസ്റ്റം, ഗേറ്റ് സിസ്റ്റംസ് വന്നിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കാലിബർ അല്ലെങ്കിൽ ലീവറേജ് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സ്മാർട്ട് ആയിട്ട് ടീം വർക്കായിട്ടോ അല്ലാതെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസും വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ഇതിൽ പറഞ്ഞത്, ഞാൻ എന്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു ക്രെഡിറ്റ് കാർഡ് പോയിട്ട് അത് FD ബാക്ക്ഡ് കാർഡാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു FD ഒരു ബാങ്കിൽ ഇട്ടാൽ 5000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ലഭിക്കുന്നത് 7.5% ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് ഒരു മാസത്തിൽ എത്രയാണെന്നുള്ള ഒരു എമൗണ്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു വർഷത്തിൽ ലഭിക്കുക 500 രൂപയിൽ താഴെയായിരിക്കും. അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. അതുകൂടാതെ ഇപ്പൊ ഞാൻ പറയുന്ന പ്രോഡക്റ്റിൽ ഞാനൊരു ഓഫർ ആയിട്ട് ഇട്ടപ്പോൾ ഞാൻ കൊടുക്കുന്നത് കാർഡ് കയ്യിൽ ലഭിക്കുന്നതിന് മുമ്പ് വിത്തിൻ 20 days എന്റെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഓഫർ ഇട്ടിരിക്കുന്നത് 800 രൂപയാണ്. അത് എബവ് ആ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ മെച്യൂരിറ്റി പീരീഡിൽ ലഭിക്കുന്ന എമൗണ്ടിനേക്കാൾ 2 മടങ്ങിന് മേലെയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഓഫർ ചെയ്യുന്നത് ആ കസ്റ്റമർക്ക് യൂസ് ചെയ്യാവുന്ന, സിബിൽ സ്കോർ ബിൽഡ് ചെയ്യാവുന്ന, അവരുടെ FD അവർക്ക് തന്നെ ഏത് സമയവും യൂസ് ചെയ്യാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ യൂസ് ചെയ്യാവുന്ന ഒരു കാർഡും, അവർക്ക് റിട്ടേൺസ് ഒരു 2 times മേലെ റിട്ടേൺസ് അവർക്ക് ഞാൻ പേയ്മെന്റ് ആയിട്ട് എന്റെ ഡിസ്കൗണ്ട് പോലെയും കൊടുക്കുന്നു, ക്യാഷ് ബാക്ക് ആയിട്ട്. അതുപോലെ തന്നെ മെച്യൂരിറ്റി ആയിട്ട് അവർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് റിട്ടേൺസ് ആയിട്ട് ലഭിക്കുന്നു. ഇനി ഈവൻ അവർ യൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡ്യൂ എമൗണ്ട് അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ FD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ബാലൻസ് ചെയ്ത് പൊക്കോളും ചെയ്യും. അപ്പൊ ഇത്രയധികം പ്രോഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പ്രോഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് എന്നല്ല, ഇത് എങ്ങനെ നോക്കിയാലും പ്രോഫിറ്റ് ആണ്. ഏത് രീതിയിൽ നോക്കിയാലും ഇതിന്റെ ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി കണ്ടുപിടിച്ചാൽ തന്നെ അത് ഉപയോഗിക്കുന്നവരെ ബാധിക്കുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്ന എന്നെ ബാധിക്കുന്നില്ല. കാരണം ഇത് റെഗുലേറ്റഡ് ആയിട്ടുള്ള RBI റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു സ്കീം മാത്രമാണ് ഞാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഉപയോഗിക്കുന്നവരുടെ കസ്റ്റമറുടെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഞാൻ നോക്കുന്നു. അതേപോലെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനും എന്റെ സാറ്റിസ്ഫാക്ഷനേക്കാൾ ഉപരി ആസ് എ ട്യൂട്ടർ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്ന എന്റെ ഒരു എൻതൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വീട്ടിൽ ജോലി ചെയ്യുന്ന, ഇനി പഠനം കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന, അല്ലെങ്കിൽ പോട്ടെ വേറെ ജോലി ചെയ്യുന്ന, ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാം ചെയ്യുന്ന വളരെയധികം ബുദ്ധിമുട്ടുള്ള അനുഭവിച്ച് ജീവിക്കുന്ന മറ്റു വ്യക്തികളുണ്ട്. അപ്പൊ അവർക്കും എല്ലാം ഇതെല്ലാം അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇത് പാർട്ട് ടൈം ആയിട്ടൊന്നല്ല, ഒരു
ഫ്രീലാൻസർ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 times മോർ വർക്കർ തന്നെ നോർമൽ വർക്കർ എന്ന് പറയാം. ഇപ്പൊ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് പോലും എന്റെ രാവിലത്തെ ടൈമിൽ എഴുന്നേറ്റ് രാത്രി പ്രിപ്പയർ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് വീണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് ഒക്കെ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അത് എന്റെ വർഷങ്ങൾ കൊണ്ടുള്ള എക്സ്പീരിയൻസും ഇതിന്റെ കൂടെ ഉണ്ട്. ഞാനൊരു യൂട്യൂബർ ആയിട്ടുള്ള ടൈമും അന്ന് മുതൽ ചെയ്തിരുന്ന കാര്യങ്ങളും ആ എത്തിക്സും ആ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റും ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഒരു വ്യത്യാസമുള്ളത് മറ്റൊന്നും കൂടി ഉണ്ട്. ഞാനൊരു ട്യൂട്ടർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലും കൂടെയാണ് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നത്. ഒരു പ്ലാറ്റ്ഫോമിൽ എന്ത് കിട്ടും എന്നുള്ളതിന്റെ എക്സാക്ട് വാസ്തവം മൊത്തം ഞാൻ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. എനിക്കത് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് സെയിൽ നടക്കുക നടക്കാതിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് എഫക്റ്റീവായിട്ട് ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ ഒരു കാറ്റഗറിയിൽ പറഞ്ഞാണ് പഠിക്കുന്ന സ്റ്റുഡൻസ്, അതുപോലെ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്സ്, അതുപോലെ ജോലി ചെയ്യുന്ന മറ്റ് സെയിൽസ് മേഖലയിലുള്ളവർ, ഇവർക്കെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് ഇതിലുള്ളത്. അപ്പോ ഞാൻ ഡേറ്റും എന്റെ വീഡിയോയിൽ പറയുന്നത് വേറെ ഒന്നും കൊണ്ടിട്ടില്ല. ആ കറണ്ട് ദിവസത്തെ റേറ്റും ഇത് എന്ന് വരെ പോകുമെന്നും കൂടെ ഞാൻ പറയാം. ഈ ഓഫർ അവൈലബിൾ ആണ് എപ്പോഴും. അപ്പൊ ഇതിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. കാരണം ഈ ഓരോ ബാങ്കിനും അവർക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനാണ് ആവശ്യം. അപ്പൊ എനിക്കും പുതിയ കസ്റ്റമേഴ്സിന് ആവശ്യമായത് കൊണ്ടിട്ടാണ് ഈ സെറ്റ് പ്ലാറ്റ്ഫോം ആദ്യം യൂസ് ചെയ്ത് ഈ സെറ്റിന്റെ കാർഡ് ആദ്യം എടുക്കുന്നവർക്കാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ എനിക്ക് ഓഫർ കൊടുക്കാൻ പറ്റുന്ന 800 ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും ഒട്ടുമിക്കവരും. കാരണം ഇപ്പൊ ഇത് അവൈലബിൾ ആയിട്ട് ആരും അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുമില്ല. അതെന്റെ ഒരു പ്രോബബിലിറ്റി സ്റ്റഡീസ് ഞാൻ ചെയ്തതാണ്. അപ്പോ പുതിയതായിട്ട് വരുന്ന എല്ലാ ലീഡ്സിനും റെഫറൽ ഇൻകം അതെനിക്ക് കിട്ടുന്നുണ്ട്. ഒരു 700 rupees ആണ് അങ്ങനെ ചെയ്താലായിട്ട് കിട്ടുന്നത്. ഇനി റെഫറൽ ഇൻകത്തിൽ തന്നെ ഈ എന്റെ റെഫറൽ ത്രൂ ആണ് ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കാർഡ് എടുക്കണമെന്നല്ല നിർബന്ധം. റെഫറൽ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ സമയത്താണ് അവർ കാർഡ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 7 days അല്ലെങ്കിൽ അവരുടെ 20 days അവരുടെ കാർഡ് വരുന്നതിന് മുമ്പ് അവർക്ക് അക്കൗണ്ടിൽ ലഭിക്കുന്ന തുക 945 rupees ആണ്. TDS കട്ട് ചെയ്തതിനു ശേഷം അത് വരുമ്പോൾ 19.9% ആയി അവർക്ക് കിട്ടുന്ന ഇൻകം ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിലൂടെ. അപ്പൊ ഒരു FD ഇട്ട് കഴിയുമ്പോൾ അതിന്റെ 19.95% സ്വന്തം കയ്യിലേക്ക് എന്താ പറയാ ത്രൂ ബാങ്കായിട്ട്, ഞാൻ തരാത്ത ക്യാഷ് ആയിട്ട് പറയുന്നത്, ഞാൻ എന്റെ ഓഫറിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് മാത്രം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതാണ് 800 രൂപ. പക്ഷെ അവര് ആസ് എ റെഫറൽ എന്ന രീതിയിലാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഞാൻ തരാതെ തന്നെ കമ്പനി അവർക്ക് 945 rupees അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. ഇത് ഞാനുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. പിന്നെ അതുകൂടാതെ ഒരു ജോയിനിങ് ബോണസ് 21,000 രൂപയുടെ പ്രോഡക്റ്റ് വേർത്ത് വരുന്ന കുറച്ച് ഓഫേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. മെയിൻലി റിലേറ്റഡ് ടു പേടിഎം ഫ്ലൈറ്റ്സ്, പേടിഎം ട്രാവല്, OTT അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഗിഫ്റ്റ് കൂപ്പൺസ് 21,000 പേർക്ക് വരുന്ന ഗിഫ്റ്റ് കൂപ്പൺസ് ഈ SBMന്റെ കാർഡ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ അവർ നൽകുന്നുണ്ട്. ഈ കാർഡ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നൽകുന്നതെന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല. ക്രെഡിറ്റ് കാർഡ്സ് കമ്പനിക്കാർക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുന്നത് സ്പെൻഡ് ചെയ്യിക്കുമ്പോഴാണ്. അവർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേടിഎമ്മുമായിട്ടാണ്. അപ്പൊ പേടിഎമ്മുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ആരാണോ എടുക്കുന്നത് അവർ വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിന് ലാഭം. അപ്പോൾ ഏതൊരു തരത്തിൽ നോക്കിയാലും നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് നല്ല ക്രെഡിബിലിറ്റി ഉണ്ട്. അതേപോലെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് അത്ര വാല്യൂബിൾ ആണ്. ഞാൻ ഓഫർ ചെയ്തിരിക്കുന്ന ഈ കണ്ടന്റ് പറയുന്ന ഇൻഫർമേഷൻ അതിലേറെ വാല്യൂബിൾ ആണ്. ഇത് കേൾക്കുന്നവര് അത് എടുത്ത് ഉപയോഗിച്ചാൽ അവർക്ക് സിവിൽ സ്കോർ കൂട്ടാം. അതുകൂടാതെ ഈ കാർഡ് എടുത്തിട്ട് അത് അവർ മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് അതൊരു പാർട്ട് ടൈം ഇൻകം പോലെ ആക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ്, ഫൈനാൻഷ്യൽ സ്റ്റഡീസ് കാര്യങ്ങളെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. മോസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നമുക്കൊരു വെബ്സൈറ്റ് തരുന്നുണ്ട്, ബിസിനസ് കാർഡ് തരുന്നുണ്ട്, ഒരു ടൈറ്റിൽ തരുന്നുണ്ട്, ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള ഒരു ടൈറ്റിലും തരുന്നുണ്ട്. ID കാർഡ് ഉണ്ട്, എനിക്ക് അതിന്റെ ID കാർഡ് ഉണ്ട്, അതിന്റെ ക്രെഡിബിലിറ്റി ഉള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയധികം ഓഫേഴ്സ് ആണ് എനിക്ക് ഈ കാർഡിലൂടെ ലഭിക്കുന്നത്. ഇത് ഞാനൊരു ഫുൾ ട്യൂട്ടോറിയൽ പോലെ പറയുന്നത് ജസ്റ്റ് ഇപ്പോൾ 15 minutes ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, എന്താണ് നിങ്ങൾ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ കയറി നോക്കിയാനായിട്ട് അറിയാൻ സാധിക്കും. ഞാനിത് കൂടുതൽ എലാബറേറ്റ് ചെയ്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നാലും ഇത്രയതിൽ ഞാൻ നിർത്തുകയാണ്. കാരണം ഒരു ഇപ്പോഴത്തെ ഒരു അറ്റൻഷൻ സ്പാൻ വെച്ചിട്ട് ഇത്രയെങ്കിലും കേൾക്കാനുള്ള ഒരു സമയമാണ് മറ്റുള്ളവർ മാറ്റി വെച്ചിട്ടുണ്ടാവുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇനി എൻ്റെ ഒരു അടുത്തൊരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ
ഡെയിലി ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളും അതിന്റെ അപ്ഡേറ്റ്സും ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് ഇപ്പൊ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ഇതൊരു ട്യൂട്ടോറിയൽ പോലെ അവതരിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ അതിന്റെ തമ്മിലിൽ ഞാൻ കൊടുക്കുക ഒരു ട്യൂട്ടോറിയൽ എന്നുള്ള ഒരു മോഡലും കൂടെ കൊടുക്കും ഞാൻ സെറ്റ് പാർട്ട്ണറിന്റെ. അപ്പോ അത് അറിയാൻ പറ്റും. അത് കൂടാതെ ഞാൻ ഇൻഷുറൻസിന്റെ ചെയ്യുന്നുണ്ട്, ടേർട്ടിൽ മിന്റ് പ്രോ എന്നുള്ള ഒരു ആപ്ലിക്കേഷനിൽ. അതിലും അതിന്റെയും ഒരു ഡീൽസ് എങ്ങനെയാണെന്നും എനിക്ക് ലീഡ്സ് ലഭിക്കുന്ന എങ്ങനെയാണെന്നും എല്ലാം ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോ നിങ്ങൾക്ക് എന്റെ ചാനൽ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഏണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാതെ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും എല്ലാം ഞാനൊരു 10-15-20 മിനിറ്റിനുള്ള ഒരു ദിവസം ഞാനിങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം. വാല്യുബിൾ ആയിട്ട് തോന്നുന്ന കണ്ടന്റ്സ് നിങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോൺ നമ്പർ വിളിച്ചറിയിക്കാം. എന്തെങ്കിലും ആവശ്യങ്ങൾ ഇനി ഞാനായിട്ട് സാധിച്ചു തരേണ്ടതുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നാലാകും വിധം. കാരണം ഫ്രീലാൻസിങ് ആണ്, സമയം ഓൾറെഡി ഞാനൊരു ഫുൾ ടൈം ജോബ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ ഫാമിലി, നിങ്ങൾക്ക് കാണാം റെഡിച്ച് ഫാമിലി. അപ്പോ അവിടെയും ഒരു ഫാമിലിയാണ്. അപ്പൊ അവിടെ പോയി ജോബ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും വളരെ ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. അത് അപ്പോ അങ്ങനെ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പരമാവധി സ്പെൻഡ് ചെയ്തിട്ട് സ്പെയർ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നും. എല്ലാത്തിനും ഒരു ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പഠനത്തോടൊപ്പം കൊണ്ടുപോകുമ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. പഠനത്തോടൊപ്പം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഏജ് 38 ആയി, എന്നാലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ്. എന്റെ എക്സാംസ് കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളും സ്ട്രഗിളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ എഴുതിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് വളരെ വാല്യുബിൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഓൺലൈൻ ജോബ്സ് താല്പര്യം ഉള്ള അറ്റ്ലീസ്റ്റ് +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എൻ്റെ മറ്റൊരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ ഗായ്സ്.